ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കണ്ടില്ലേ, രാവിലെ നമ്മളെല്ലാ വീട്ടമ്മമാരും രാവിലെ അടുക്കള അംഗമായിരിക്കും. അപ്പം ഞാനും അതെ. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കാണേ. അപ്പോൾ സംഭവം മാവൊക്കെ ഞാൻ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ മാവ് ഇങ്ങനെ ആട്ടി വെച്ചിരിക്കുക. അപ്പം നമ്മളെന്നും ഇഡ്ഡലിയും ദോശയൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ മാറ്റിയും തിരിച്ചുമല്ലോ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നലെ അപ്പമായിരുന്നു. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് മാവ് ഞാൻ തലേ ദിവസമേ കുറച്ച് മാറ്റി ഞാൻ പുറത്ത് പുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ആട്ടി വെച്ച മാവിൽ എനിക്ക് കുറച്ച് ഉഴുന്ന് കുറവായതുകൊണ്ട് ഞാൻ രണ്ടാമത് കുറച്ച് ഉഴുന്ന് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനിപ്പോൾ ഫസ്റ്റാണ് ഉണ്ടാക്കുന്നത്. എന്താവുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് എണ്ണ കൂടുതൽ നമുക്കിതിൽ തട്ടിൽ തേച്ചിട്ടുണ്ടാക്കാമെന്ന്. അല്ലെങ്കിലും തട്ടിൽ കൂടുതൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകും, ഇത് മാറ്റുമ്പോഴത്തേക്കും ഇതിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറേ സമയം ഇത് കൊവുരാനിടേണ്ട ഒരു സാഹചര്യം. എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും എപ്പോഴും. അപ്പോൾ ഞങ്ങൾ കുറച്ച് എണ്ണ കൂടുതൽ വീട്ടിൽ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൈകൊണ്ടാണെങ്കിൽ ഇഡ്ഡലി ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ 4 തട്ടുണ്ട്. അപ്പോൾ 4 തട്ടിലും ഇപ്പോൾ ഞാൻ വീട്ടിൽ എണ്ണ കൂടിപ്പോയി, അത് എണ്ണ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഈ തേക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, ഇതെനിക്ക് ഫ്ലിപ്പിൽ നിന്ന് ഞാനിങ്ങനെ നമ്മൾ ഓയിൽ വീത്താൻ വേണ്ടിയിട്ട് 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ അന്നത്തെ ഓഫറിന് കിട്ടിയതാണ് ഈ സാധനം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ദോശക്കല്ലിൽ ഇങ്ങനെ ബ്രഷ് ഇട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ തൂത്തപ്പോൾ അത്ര സുഖം വന്നില്ല. ഇതിൽ നല്ല കംഫർട്ടാണേ. അപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ തലേദിവസം ഞാൻ വിചാരിച്ച കാര്യമാണ് അതിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇടണമെന്ന്. പക്ഷേ പറ്റിയില്ല, മറന്നുപോയി. സംഭവം ഇഞ്ചി ഇല്ലായിരുന്നു, മറന്നതല്ല. ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മണം കിട്ടും ഇവിടെ. പിന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ചേർത്തെന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിള്ളേർക്കും കുഴപ്പമില്ല, ചേട്ടനും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു മണം കിട്ടും സംഭവം. അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്ക് കറി സാമ്പാർ വയ്ക്കാൻ കരുതി. കാരണം അവസാനം കുറച്ച് മരക്കറി മിച്ചം വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കണം. പിന്നെ ഈ മാവിങ്ങനെ വീഴ്ത്തുമ്പോഴത്തേക്കും ഞാൻ മുമ്പ് മാവിങ്ങനെ വീഴ്ത്തുമ്പോൾ ഇങ്ങനെ നിറച്ച് വീഴ്ത്തുമായിരുന്നേ. അത് പിന്നെ ആവി വന്ന് ഇഡ്ഡലി ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കും ഈ 4 ഇഡ്ഡലിയും കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചെറിയ സ്പൂണിലാകുമ്പോഴത്തേക്കും ഇതാണ് കണക്ക്. അപ്പോൾ ഇത് ആവി വന്നിങ്ങനെ പൊന്തുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ബോളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനും എളുപ്പമുണ്ട്. പിന്നെ അതിനെ രണ്ടിനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. രണ്ടും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം ഈ പാത്രത്തിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നതും പിന്നെ ഈ പറ്റി പിടിച്ചതിനെ കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണേ സംഭവം. ഈ ഒരു ഇഡ്ഡലി തട്ട് നല്ല ഒരു പെട്ടെന്ന് നമുക്ക് ജോലി എളുപ്പമാണ്. പിന്നെ ഒരു തട്ട് കൂടി നമുക്ക് അവിക്കേണ്ടി വരില്ല. കാരണം ഇത് തന്നെ മിച്ചം വരുന്ന ഒരു സംഭവമാണ് ഇഡ്ഡലി. കണ്ടിട്ട് മാവിന് അത്ര കുഴപ്പമില്ലയെന്ന് തോന്നുന്നു. ഞാൻ രണ്ടാമത് ആട്ടിയതും കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ചേർക്കണമെന്ന് കരുതിയാണ്. വെള്ളം ആകുമ്പോഴത്തേക്കും നമുക്ക് തീരെ ഒരു ഇങ്ങനെ ഒരേ തട്ടിലിങ്ങനെ വയ്ക്കുമ്പോഴേ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ തൂകി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് കണക്കും. അപ്പോൾ ഇഡ്ഡലി നമുക്ക് റെഡിയായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുത്തിനി സാമ്പാർ വയ്ക്കാനുള്ള കുറച്ച് കഷ്ണങ്ങൾ ഞാൻ തലേദിവസം അരിഞ്ഞ് വയ്ക്കണമെന്ന് കരുതിയതാണ്, പക്ഷേ പറ്റിയില്ല. ഇന്നലെ പാല് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് ചേട്ടൻ പെട്ടെന്ന് നേരത്തെ വന്നിരുന്നേ. അപ്പം കട്ടനായി ശരണം. രാവിലെ എനിക്ക് കട്ടൻ കുടിക്കാൻ പറ്റില്ല. രാവിലെ ഒരു നേരമെങ്കിലും നമുക്ക് ചായ കുടിക്കണം. വൈകുന്നേരം എനിക്ക് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സാമ്പാറിന് അടുപ്പത്താക്കി. ഇപ്രാവശ്യം സാമ്പാറിന് വാങ്ങിച്ച പരിപ്പ് എന്തോ കടല പായസത്തിൻ്റെ ഒരു സൈസ് പരിപ്പ് പോലത്തെ പരിപ്പാണ് കേട്ടോ. ഭയങ്കര വേഗമാണ് അതിന്. കാരണം അത് പച്ചക്കറിയായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് വരാൻ ഒരുപാട് സമയമെടുക്കും. പച്ചക്കറി വെന്ത് കഴിഞ്ഞാലും ഈ പരിപ്പ് അതുപോലെ ഇങ്ങനെ കല്ലായിട്ട് കിടക്കുന്ന ഒരുതരം പരിപ്പാണ്. അങ്ങനത്തെ ഒരു പരിപ്പ് എനിക്കത് കണ്ടിട്ട് തന്നെ എനിക്ക് എന്താ പോലെ. നമ്മൾ ആദ്യം വാങ്ങിക്കുന്ന പരിപ്പ് എന്ന് വെച്ചാൽ ചെറിയ പരിപ്പാണ്. സംഭവം കണ്ടില്ലേ, ഇങ്ങനെ വെന്ത് വന്നാലും ഇങ്ങനെ പച്ചക്കറി വേറെ പരിപ്പ് വേറെ ആയിട്ട് ഇങ്ങനെ കിടക്കും. അതിങ്ങനെ ഒരു കൊഴുപ്പ് കറിക്ക് കിട്ടില്ല. അതാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ സത്യം പറഞ്ഞാൽ ഞാൻ സാമ്പാർ വയ്ക്കാൻ മടിച്ചതാണ്. എനിക്ക് ഈ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ സാമ്പാർ വയ്ക്കാൻ ഇഷ്ടമുള്ളൂ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഇത് വേണം. മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മണം, കായപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ വെച്ചിട്ട് കാര്യമുള്ളൂ, കഴിക്കാനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇപ്രാവശ്യം വാങ്ങിച്ച മുളക് പൊടിയെന്ന് വെച്ചാൽ ഭയങ്കര എരിയായിരുന്നു. കാരണം കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് എരിയുള്ള മുളക് പൊടിയായിരുന്നു. ഒരു ചെറിയ സ്പൂൺ ഇട്ടാലും നമുക്കത് പെട്ടെന്ന് ഭയങ്കര എരിയാണ്.
കായപ്പൊടി ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ കുഞ്ഞിനാണ് കൊടുക്കാൻ പോകുന്നത്. അവളിപ്പം 1 വയസ്സായി. അവൾക്ക് ഞാനിങ്ങനെ കുറച്ച് പാത്രത്തിലൊക്കെ ഇട്ട് ഞാൻ കൊടുക്കും കഴിക്കാനായിട്ട്. അവളങ്ങനെ കുറച്ച് കുറച്ചായിട്ട് സ്വന്തമായിട്ട് കഴിക്കാൻ ഞാൻ കൊടുക്കും. ഒരു കണക്കിന് അത് നോക്കുമ്പോൾ അത് നല്ലതാണ്. മോന് ഞാനിങ്ങനെ വാരി കൊടുത്ത് ഇപ്പം അവന് 7 വയസ്സായി. അവനിപ്പോഴും ഞാൻ വാരി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അവൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അവൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കിനി നല്ല ജോലി പുറകെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ കഴിച്ചിട്ട് ഉച്ചത്തേക്കുള്ള തയ്യാറെടുക്കട്ടെ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നേ. മത്തി എന്ന് വെച്ചാൽ ഇവിടെ കുഞ്ഞൻ മത്തിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് നമ്മളിവിടെ കറി വെച്ചാൽ ഇത് ആരും അങ്ങനെ കഴിക്കില്ല. കഴിക്കുമെന്ന് വെച്ചാൽ കൂടുതലും പൊരിച്ചാലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാറ്. അപ്പം ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനായിട്ട്. അപ്പം കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ. മാങ്ങ ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട്. മുമ്പ് ഞാൻ കടുമാങ്ങ ഇട്ട് ഭരണി സൂക്ഷിച്ചിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് മാങ്ങ അഡീഷണലി വേറെ കിട്ടി. അപ്പോൾ ഇത് ചക്കക്കുരു, നമ്മുടെ ലാസ്റ്റ് ചക്ക കിട്ടിയതിൻ്റെ ഫൈനൽ ചക്കക്കുരുവാണ്. കുറച്ച് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ബാക്കി വന്നിട്ട് കുറച്ച് നമ്മുടെ മലക്കറി കിടക്കുന്ന മുന്തങ്ങയില്ലേ, മലക്കറിയുടെ ലാസ്റ്റ് കട്ടമായതുകൊണ്ട് അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ ഇന്നത്തെ മലക്കറി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് പെട്ടെന്നൊരു തോരനും കൂടി വെക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരടുപ്പിൽ മീൻ പൊരിക്കാനിട്ടതിന് ശേഷം മറ്റേ അടുപ്പിൽ നമ്മുടെ തോരൻ റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കണം. സത്യം പറഞ്ഞാൽ ഉച്ചത്തെ ജോലിയാണ് കുറച്ച് കടുത്തു പോകണം. കാരണം നമ്മൾ പെട്ടെന്ന് നടക്കില്ല, സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ ഇത് തോരൻ നമ്മൾ അവിയൽ വെക്കുന്നത് പോലെ കുറച്ച് വെള്ളം ചേർത്ത് വെക്കാൻ പറ്റും, കാരണം ഇതിന് വേവ് കുറവാണ്. പിന്നെ ഒഴിച്ചുകറി മസ്റ്റല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു, അതിനെ പെട്ടെന്നൊരു മോര് കറി വെച്ചു. എനിക്ക് ഈ വറ്റൽ മുളകില്ല, ഇന്ന് വറ്റൽ മുളകില്ലാത്തതുകൊണ്ട് കരിയാപ്പിലയും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കരിയാപ്പിലയൊക്കെ ഇട്ട് ഞാൻ താളിച്ചെടുത്തു. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാറും തോരനും പൊരിച്ച മീനും നല്ല തൈര്, മോരൊഴിച്ചുകൂടെ, തൈര് നമ്മൾ മോരൊഴിച്ചുവിട്ടാനും കൂട്ടി ഉച്ചത്തെ ഊണങ്ങനെ കുശാലായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.